Hi all, magic morning. Yes, magic morning, ma'am. Magic morning to all. എല്ലാവരും ബോക്സിൽ കമന്റ് ചെയ്യുക, ചാറ്റ് ചെയ്യുക. ഹാപ്പി അല്ലേ എല്ലാവരും? Yes, ma'am. Very happy. ഹാപ്പി. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യും കേട്ടോ. ബഷീർ സാറേയും ബാബു സാറേയും മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരും ഓക്കെ, മണി സാറും കൂടെ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. ഫൈൻ. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൺഡേ ആണ് അല്ലെ? നോർമലി എല്ലാ മൺഡേയും നമുക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ ടോപ്പിക്കാണ് വരാറ്. അപ്പം ഇന്നും നമുക്ക് സൈസാറ് ക്ലാസ് തന്നെയാണ്. പിന്നെ സാറേയും കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓക്കെ, സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സാർ. Thank you. Okay. So, very magic morning to all. ഇന്നൊരു മൺഡേ ആണ്, ദ ബിഗിനിങ് ഓഫ് ദ വീക്ക്. അപ്പൊ എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് ക്ലാസ്സിലിരിക്കുക. ഇതില് ഒരു 5-6 ആളുകൾ ഇപ്പോഴും എണീക്കാത്ത ആളുകൾ, അവരിങ്ങനെ ബെഡിൽ തന്നെ ഇരുന്നിട്ട് ക്ലാസ് കേൾക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, നിങ്ങൾ എത്ര എനർജിയാണോ കൊടുക്കുന്നത് അത്ര എനർജി തിരിച്ചു കിട്ടുന്നതാണ്. സോ എണീക്കാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എണീക്കുക. നിങ്ങൾ തന്നെ ഉദ്ദേശിച്ചാണ്. ഓക്കെ, നിങ്ങൾ തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞുള്ള എന്ത് ചെയ്യുക, എണീക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറെ കാലങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് ആളുകൾക്ക് അത് റിസൾട്ടായിട്ട് മാറുന്നുണ്ടോ എന്ന് നമുക്ക് പല സമയത്ത് സംശയം ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കണമെങ്കിലുള്ള ബേസിക് ടൂളുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വിഷ്വലൈസേഷൻസും അഫോർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങും ഫോർഗീവ്നെസ്സും ഇത് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചില ഏരിയകൾക്ക് നമുക്ക് എത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാക്ട് റീസൺ എന്ന് പറയുന്നത്, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ മാനിഫെസ്റ്റ് ചെയ്തെടുത്തത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ആയുഷ്മാൻ ഖുറാന, ഈ ഒരു പേര് കേട്ട ആളുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ. ആയുഷ്മാൻ ഖുറാന, അല്ലെങ്കിൽ ആരാണ് ആയുഷ്മാൻ ഖുറാൻ എന്ന് പറഞ്ഞു? ആരാണ് ആയുഷ്മാൻ ഖുറാൻ എന്ന് പറഞ്ഞത്? ആർക്കെങ്കിലും അറിയാം? അറിയുന്ന ആളുകൾ ഇല്ല, ആരുമില്ല. എനിബഡി? ആരുമില്ല. ഓക്കെ, ശരി, നമുക്ക് നോക്കാം ആരാണെന്നുള്ളത്. ആദ്യം ഒന്ന് പറയാം ആരാണ്. ആരും കേട്ടില്ല എൻ്റെ ക്ലാസ് കേൾക്കുന്ന ആരും? ഞാൻ പറഞ്ഞ പേരൊക്കെ മാറിപ്പോയി. നമ്മുടെ പേര് മാറിയിട്ടില്ല. ആയുഷ്മാൻ ഖുറാനുണ്ട്. ഇതൊരു ബോളിവുഡ് ആക്ടറാണ്. ഓക്കെ, ഹിന്ദിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നടനാണ്. പക്ഷെ നിങ്ങൾക്ക് അയാളെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്ന്. അപ്പൊ ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. Bro, have you heard of this thing called the power of manifestation? കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ? Yes, sir. കാണുന്നുണ്ട്. Bro, have you heard of this thing called the power of manifestation and all Of that? course. And can you elaborate a little bit on how you've used the power of manifestation? When I came to Bombay for the first time, तब मुझे याद है मैं ऑडिशन देने जाता था और अपने मन में मैंने सोचा था कि जब तक मेरा कोई ऑडिशन क्रैक नहीं होगा मैं किसी बीच को नहीं देखूंगा. लाइक मैं जुहू बीच क्रॉस करता था एंड बॉम्बे इज लाइक इट्स राइट नेक्स्ट टू द ओशन. मैं देखूंगा ही नहीं. मैं ऐसे जाता था ऑटो से छुप के. एंड इट वाज द पावर सो स्ट्रॉन्ग. एक हफ्ते तक
मैंने देखा ही नहीं बीच को. किसी के घर जाता था, बीच नज़र आ रहा, मैं देखता ही नहीं था. And when I got my first contract in my hand as a radio presenter, then I went to Juhu Beach and I opened my arms and I was like, I've arrived. I've conquered this world. So, you manifest your energy and you just think about a particular thing and you achieve it finally. And ऐसा नहीं वो सोच के तुम सोचते रहो, but तुम्हें कुछ करना भी पड़ता है उसके लिए. So, वो किया है. I think you have to be disciplined also at the same time. I was suffering personally in my life and I was not talking to my parents, nobody. I was such a hustler when I was in early 20s. कि वो हॉर्स विजन. हाँ, मैं मुंबई में नया आया था, रेडियो शो करता था, एक टीवी सीरियल करता था और MTV भी करता था और मैं सिर्फ गाड़ी में सोता था. मैं सोता ही नहीं था. Like I got a driver only because I could sleep. So I used to just sleep for 3 hours. परेल में ऑफिस था, 1.5 घंटा आना, 1.5 घंटा जाना, 3 घंटे सोता था दिन में. I used to work like a horse. I think right now it's time to enjoy your stardom. Nice. I'll tell you, confidence comes from success. And you'll always question yourself when you're going through failures. The worst and the best part of your life are the failures. They are the best teachers. Success is a very lousy teacher. Failure is your friend, your philosopher and your guide. जब तक आप failure नहीं देखोगे, तब तक आपका कुछ नहीं हो सकता. Like it's better if you see failure early in your life. अगर आप 50-60 के बाद failure देखोगे, आप सह नहीं कर पाओगे. So it's very difficult. So I'm glad after the first film I saw 3 unsuccessful films and that was a great learning curve. अभी भी मैं ये नहीं बोलता हूँ कि मैं बहुत कॉन्फिडेंट हूँ कि मेरी स्क्रिप्ट सेंस बहुत अच्छी है, ऐसा कुछ नहीं है. पब्लिक सब जानती है, ऑडियंस सबको सबसे ज़्यादा उसको पता होता है. एंड यू कैन नॉट बी ओवर कॉन्फिडेंट. यू हैव टू बी ऑलवेज बी वेरी प्रैक्टिकल. इट गिव्स यू दैट प्रैक्टिकल थिंग इन योर हेड कि यार हर फ्राइडे किस्मत बदल सकती है. यू हैव टू मोटिवेट योर सेल्फ. कोई आपका पार्टनर भी आपको मोटिवेट नहीं करता है. When I told my wife, when she was my girlfriend, that I want to be an actor, she started laughing. So like, शक्ल देखी है अपनी. I had to have braces that time, wear glasses. I was preparing for my PMT, pre-medical exams that time. And we were doing theatre together. And she was like, तुम पैसे कैसे कमाओगे? How will you earn and make a living for yourself? So it's not always true that your partner will be very supportive with your goals. You have to be self-motivated. और तुम्हारा कोई साथ नहीं देने वाला, तुम खुद ही अपना साथ दोगे. What is your tip for that kid who's lost his confidence in life? Be close to your family, your parents, and close to friends who motivate you, and they are not just yes men around you. They show you the real picture and also encourage you. I think your company really makes a difference. Either you get complexed when you're surrounded with a lot of successful people around you, or you get motivated by them. It's your choice. So I guess it's the choice you have to make, and be sane in your head. Read a lot of books. Every day evolve. Learn something new. That'll never go waste. I think success is when preparation meets opportunity, and there's no dearth of opportunity in Mumbai. You should be well prepared. Life is about timing. जब तक बैटिंग करते हुए टाइमिंग करेक्ट नहीं होती, कुछ छक्का नहीं लगता, चौका नहीं लगता. अब अपॉर्चुनिटी सबके लिए बढ़ गई है. इट इज ओपन टू ऑल. इफ यू हैव टैलेंट, देयर इज नो लैक ऑफ अपॉर्चुनिटीज, एंड यू गिव ऑडिशंस, यू देयर. एनी आर्टिस्ट, लाइक दिस इज द बेस्ट एरा टू बी एन आर्टिस्ट. സോ നിങ്ങൾ വീഡിയോ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്താണ് നിങ്ങൾ ഈ വീഡിയോ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ. ആയുഷ്മാൻ ഖുറാന എന്ന് പറയുന്ന ഒരാൾ ഒരു കോമൺ സാധാരണക്കാരായിട്ടൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പാരന്റ്സിന്റെ ഒക്കെ സമ്മതമില്ലാതെയാണ് അദ്ദേഹം പഠിക്കുന്ന സമയത്ത്, പ്രീ മെഡിക്കൽ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം മുംബൈയിലേക്ക് വരുന്നത്. മുംബൈയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം മാനിഫെസ്റ്റേഷൻ ആരംഭിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റേഷനിൽ ഒരു മുംബൈ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യൂല, അദ്ദേഹം ജൂഹു ബീച്ചിന്റെ ഇവിടെ ബീച്ചിലേക്കും നോക്കൂല എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ മുംബൈയുടെ പിക്ചർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അദ്ദേഹത്തിന് ഫസ്റ്റ് റേഡിയോ ജോക്കി ആയിട്ടാണ് അവസരം ലഭിക്കുന്നത്. ആ റേഡിയോ ജോക്കിയിൽ നിന്ന് പിന്നീട് ഒരു സീരിയൽ ആക്ടറിലേക്കും, പിന്നീട് ബോളിവുഡിലേക്ക് അല്ലെങ്കിൽ ഇന്നൊരു ആക്ടറായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നതിൽ അദ്ദേഹം കീപ്പ് ചെയ്ത 8ഓളം കാര്യങ്ങൾ അദ്ദേഹം ഇപ്പൊ നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്?
എനിബഡി ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മളൊരു ഗോൾ സെറ്റ് Self-motivation. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗോളിലേക്ക് മാത്രം ലക്ഷ്യം വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ Bro, have you heard of this thing called the power of man? നമ്മൾ നല്ല- ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗോളിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യും. പിന്നെ അങ്ങനെ വരുമ്പോ Self-motivation. സെൽഫ് മോട്ടിവേഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? Manifestation and all that. And can you പിന്നെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു. വെരി ഗുഡ്. പിന്നെ വിഷ്വലൈസേഷൻ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? വേറെ എന്തെങ്കിലും? ഓവർ കോൺഫിഡന്റ് ആകാതിരിക്കുക. ഫാമിലി റിലേഷൻസ് ഫാമിലിയർ റിലേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അല്ലേ? പിന്നെ ഓവർ കോൺഫിഡന്റ് ആകാതെ പ്രാക്ടിക്കൽ ആയിരിക്കും. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം പഠിപ്പിച്ചിരിക്കുന്ന എന്താണ്? പവർ ഓഫ് വിഷ്വലൈസേഷൻസ് ആണ്. പവർ ഓഫ് വിഷ്വലൈസേഷൻസ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹസ്റ്റിൽ ഹാർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ് പഠിപ്പിച്ചിരിക്കുന്നത്. ആ പോയിന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ ഉന്താൻ തയ്യാറാവുക. നമ്മുടെ ലൈഫിൽ കുറെ സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുക? നമ്മൾ ആ പ്രശ്നങ്ങളെ ഉന്തി തള്ളി പുറത്താക്കും. നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. എല്ലാവരുടെ ലൈഫിലും പ്രോബ്ലംസ് എന്തുണ്ടാവും? പ്രോബ്ലംസ് എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പ്രോബ്ലംസ് അല്ല, അത് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ അതിനെ ഒഴിവാക്കിയിട്ട് നമ്മളുടെ കാര്യങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് പവർ ഓഫ് വിഷ്വലൈസേഷൻ. നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ നമ്മളെപ്പോഴും വിഷ്വലൈസ് ചെയ്യാൻ തയ്യാറാവുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചാൽ നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു കാര്യം വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് മലയാളികൾ ഒരു കാര്യം വിശ്വസിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട സൈക്കോളജി എന്ന് പറയുന്നത് വിശ്വസിച്ച ആളുകൾ പറയും, അല്ലെങ്കിൽ വിജയിച്ച ആളുകൾ പറയുമ്പോഴാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വിശ്വസിക്കുന്നത്. മലയാളികളെ കുറിച്ചിട്ട് ഉള്ളൊരു സൈക്കോളജി പറയുന്നു. മൂന്നാമത് അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഫെയിലിയേഴ്സ് ആർ ഗുഡ്. 3 സിനിമ പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിം എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിം ലോഞ്ച് ചെയ്യുന്നത്. അവിടെ അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഫെയിലിയേഴ്സ് ആർ ഗുഡ്. പരാജയപ്പെടുക എന്നുള്ളത് എന്താണ്? നല്ലതാണ്. കാരണം നമ്മൾ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ആർക്കാണ് ലൈഫിൽ ഒരിക്കലും പരാജയപ്പെടേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, എനിക്ക് ലൈഫിൽ പരാജയപ്പെടുകയാണ്, എല്ലാത്തിലും വിജയിച്ചാൽ മതി. ഇങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഞാനൊരു ഐഡിയ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു ഹെവി ടിപ്പാണ്. നിങ്ങൾ ഒരിക്കലും പിന്നെ എന്ത് ചെയ്യില്ല, പരാജയപ്പെടില്ല. 100% നിങ്ങൾ പരാജയപ്പെടുന്നു. ആർക്കാണത് വേണ്ടത്? ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. സനോജ് അല്ല, ആരും കമന്റ് ചെയ്തില്ല. എല്ലാവർക്കും പരാജയപ്പെടണം എന്നാണ്. ഓക്കെ, എല്ലാവർക്കും പരാജയപ്പെടണം എന്നതാണ്. ഷനോജിന് മാത്രമാണ് വേണ്ടത്. ഇബ്രാഹിം സാറിനൊക്കെ പറയും പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഒരു ടിപ്പ് ഉണ്ട്, ഒന്നും ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ, ഒന്നും ചെയ്യാതിരിക്കുക. എന്നാൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യൂല, പരാജയപ്പെടില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും? അതിനൊരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. അത് പരാജയമല്ല, നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നതാണ് അവിടെ പ്രശ്നം. എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, 4ാമത്തെ ഒരു കാര്യം പറയുന്നത്, അദ്ദേഹം ബി പ്രാക്ടിക്കൽ. എന്ത് ചെയ്യരുത്? നോട്ട് ഓവർ കോൺഫിഡൻറ്റ്. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വെറും പ്ലാനുകൾ മാത്രം ഉണ്ടായിട്ട് കാത്തിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാക്ടിക്കൽ ആവണം. നമ്മൾ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകാനും തയ്യാറാവണം. 4ാമതായിട്ട് ആ ഒരു വീഡിയോയിലൂടെ പഠിപ്പിക്കുന്നത്. 5ാമതായിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ ലൈഫിൽ, എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന സമയത്ത്, എൻ്റെ കാമുകി അല്ലെങ്കിൽ അവരോട് പറഞ്ഞ സമയത്ത് പോലും നമ്മൾ എങ്ങനെ ജീവിക്കാൻ പോവുക, നമുക്ക് ഈ പൈസയൊക്കെ കിട്ടുമോ എന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നമ്മൾ ആരും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ എപ്പോഴും ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ മൂഡ് ശരിയല്ല. എൻ്റെ മൂഡ് ശരിയല്ല എന്ന് പറയുന്ന സമയത്ത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ, എല്ലാവരുടെ വീട്ടിലും ടെലിവിഷൻസ് ഉണ്ടാവും. ഈ ടെലിവിഷൻസിൽ
പല പല ചാനലുകൾ ഉണ്ടാവും. ആ ചാനലുകൾ നമുക്കിപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിന് ഫ്രീക്വൻസി ഉണ്ട്. അതുപോലെ തന്നെ സൂര്യ എന്ന് പറയുന്ന ഒരു ചാനലിന്റെ ഫ്രീക്വൻസി ഉണ്ട്. ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിന്റെ ഫ്രീക്വൻസി കറക്റ്റ് ആവുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ ആസ്വദിക്കാൻ സാധിക്കുക. ഒരിക്കലും സൂര്യയുടെ ചാനലിന്റെ ഫ്രീക്വൻസിയിലേക്ക് ഇട്ട് ഏഷ്യാനെറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. നിങ്ങളുടെ മൂഡ് എന്താണോ ആ മൂഡ് നിങ്ങളിലേക്ക് അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുന്ന വിഷയം. അവിടെയാണ് നമ്മൾ സെൽഫ് മോട്ടിവേഷൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സെൽഫ് മോട്ടിവേഷൻ. മറ്റുള്ള ആളുകളല്ല, മറ്റുള്ള ചുറ്റുപാടുകളാണ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളാണ് ഞാൻ ഡൗൺ ആവുന്നതിന് കാരണം എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ഞാൻ എൻ്റെ വൈഫ് അങ്ങനെ പറഞ്ഞതുകൊണ്ട്, എൻ്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ടീം മെമ്പേഴ്സ് അങ്ങനെ പറഞ്ഞതുകൊണ്ട്, അതുകൊണ്ടല്ല ശരിക്കും നമ്മൾ ഡൗൺ ആവുന്നത്. ശരിക്കും നമ്മൾ ഡൗൺ ആവുന്നത് നമ്മളെ ഡൗൺ ആവാനും വേണ്ടി നമ്മൾ തന്നെ അലോ ചെയ്തുകൊണ്ടാണ്. അവിടെ അദ്ദേഹം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യം, സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്, സെൽഫ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ആറാമത് അദ്ദേഹം പറയുന്നുണ്ട്, ബി ക്ലോസ് ടു യുവർ ഫാമിലി. ഓക്കെ, നമ്മൾ പല ആളുകളും അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ കാരണം നിങ്ങളുടെ ഏറ്റവും അടുത്ത ജ്യേഷ്ഠനായിട്ടോ അനിയനായിട്ടോ സിസ്റ്ററായിട്ടോ അച്ഛനായിട്ടോ അമ്മയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഫാമിലിയുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അവിടെ കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആവില്ല. എനിക്ക് എൻ്റെ വീടിന്റെ മുമ്പിലൂടെ പോകണമെന്നുണ്ടാവും, പക്ഷെ എൻ്റെ വീട്ടുകാരെ കാണുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനെ കാണുമ്പോൾ ഞാൻ നെഗറ്റീവ് ആവും. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനെക്കാളും ഫ്രണ്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ ബ്ലോക്ക് ഉണ്ടാവും എന്നുള്ള ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ആളുകൾ, ഇവരുമായിട്ട് നിങ്ങൾ വളരെ ക്ലോസ് ആയിരിക്കാൻ ശ്രമിക്കുക. അവരുടെ കാര്യങ്ങൾ എത്ര തിരക്കാണെങ്കിലും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, അവരുമായിട്ട് ട്രിപ്പുകൾ പോകാനും അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. ആ ഒരു കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഐശ്വര്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബർക്കത്ത് എന്ന് പറയുന്ന സാധനത്തിന് വരാനും ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം ചെയ്തിട്ടും പല ആളുകൾക്ക് ഇത് സംഭവിക്കാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പിൽ അവർ വീക്കായിരിക്കും. അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, വിഷ്വലൈസ് ചെയ്യുന്നുണ്ടാവും, അഫോർമേഷൻ ചെയ്യുന്നുണ്ടാവും, എല്ലാ ടൂളുകളും ഉപയോഗിക്കുന്നുണ്ടാവും. ആക്ട് ആസ് ഇഫ് നമ്മൾ അത് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും അതിലവർ ജീവിക്കുന്നുണ്ട്, അവർക്ക് കിട്ടിയതുപോലെ അവരെല്ലാം ചെയ്യുന്നുണ്ടാവും. എന്നിട്ടും എനിക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ സെക്ടർ റിലേഷൻഷിപ്പ്, ഞാൻ ആരോടെങ്കിലൊക്കെ ദേഷ്യത്തിലാണോ, ഞാൻ ആർക്കെങ്കിലും ഇനിയും പുറത്തു കൊടുക്കാത്തുണ്ടോ, ഞാൻ ആരോടെങ്കിലും ഇപ്പോഴും തെറ്റി നടക്കുന്നുണ്ടോ? ക്ലിയർ ദാറ്റ്. മാനിഫെസ്റ്റേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തരണമെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ സ്ട്രോങ് ആയിരിക്കാൻ, നിങ്ങൾ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കി വെക്കും. നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കി നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് അത്തരം കാര്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഏഴാമതായിട്ട് അവർ പഠിപ്പിക്കുകയാണ്, ചൂസ് യുവർ ഫ്രണ്ട് വൈസ്ലി. നിങ്ങളുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾ വളരെയധികം എന്ത് ചെയ്യുക, വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ള. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ എന്ത് ചെയ്യണം, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എത്ര സുഹൃത്തുക്കളെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതേപോലെ അംഗീകരിക്കുന്ന സുഹൃത്താവണമെന്നില്ല, പക്ഷെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മളെ കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സുഹൃത്തുക്കൾ. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്ത് എന്നുള്ളതല്ല. ചിലത് അവരെന്ത് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യൂല, പക്ഷെ അവർ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും, സേഫ് നീ ഈ റൂട്ടിൽ പോവുകയാണെങ്കിൽ ഇത് പ്രോബ്ലംസിലേക്ക് വരും. അത്തരം ഒരു സുഹൃത്ത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത്തരം സുഹൃത്തുക്കൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പറയുമ്പോൾ നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന സുഹൃത്തുക്കളല്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾ പറയുമ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്ത് തരുന്ന സുഹൃത്തുക്കൾ, റിയലൈസേഷൻ തരുന്ന സുഹൃത്തുക്കൾ. നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമോ, എന്നാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, ഞാൻ നിനക്ക് നീ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് നമ്മളെ തന്നെ വീക്ക് പാർട്ടുകൾ ഐഡന്റിഫൈ ചെയ്ത് തരികയും അതേ സമയത്ത് സപ്പോർട്ട് തരാൻ തയ്യാറാവുകയും ചെയ്യുന്ന സുഹൃത്തുക്കളാണ്. എട്ടാമത് അദ്ദേഹം പറഞ്ഞു, ബി വെൽ പ്രിപ്പയർഡ്. എട്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ, നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആവുക. നമ്മൾ പകുതി മൈൻഡോടെ അല്ലെങ്കിൽ ആ പകുതി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതിന്റെ മാക്സിമം എഫേർട്ടുകൾ നമ്മൾ ചെയ്യാനും അതിന്റെ മാക്സിമം എഫേർട്ടുകൾ അതിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിന് നിങ്ങൾ ഡിസേർവ്ഡ് ആവുള്ളൂ.
എല്ലാം ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ശരിക്കും നിങ്ങൾ ചോദിച്ചു വെക്കുക, ആം ഐ ഡിസർവ് ഇറ്റ്? ശരിക്കും എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ? നിങ്ങൾക്ക് അത്ര പൈസ കിട്ടാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറ് കിട്ടാൻ, നിങ്ങളുടെ വീട് കിട്ടാനുള്ള എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത്? രാവിലെ നേരത്തെ എണീറ്റ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് മാത്രമല്ല, അതിൽ തന്നെ ജീവിക്കുന്ന രീതിയിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ആസ്ക് യുവർ സെൽഫ്. അങ്ങനെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 100% എനിക്കത് കിട്ടാനുള്ള അർഹതയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കാത്ത കാലം വരെ നിങ്ങൾക്ക് കിട്ടില്ല. വിശ്വസിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തോന്നണം, ഞാൻ അത്രയും ഇതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് അതിന് എടുത്തിട്ടുണ്ട്, എനിക്കതിനുള്ള അർഹതയുണ്ട് എന്നുള്ള ഫീല് വരുന്നത് വരെ അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ബി വെൽ പ്രിപ്പയർഡ് എന്നുള്ളതാണ് 8ാമത്തെ കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ബി വെൽ പ്രിപ്പയർഡ്. ഓക്കെ, അത്ര നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആകാൻ പറ്റുമോ അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ അത്രയും ടാലന്റ് ആയിട്ട് അത്രയും കാര്യങ്ങൾ കൂടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് 8ാമതായിട്ട് അവര് പറഞ്ഞത്. 8 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ അദ്ദേഹം നമ്മോട് സംസാരിച്ചിട്ടുള്ളത്. ആരാ സംസാരിച്ചിട്ടുള്ളത്? ഞാനല്ല. ആയുഷ്മാൻ ഖുറാന എന്ന് പറയുന്ന ബോളിവുഡ് ആക്ടറാണ്. അദ്ദേഹത്തിന്റെ പല ഫിലിംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു കോമൺ ലൈഫിൽ നിന്നും എങ്ങനെ ഫിലിം ആക്ടറായി, അതിനാദ്യം അദ്ദേഹം യൂസ് ചെയ്ത കാര്യങ്ങൾ പവർ ഓഫ് വിഷ്വലൈസേഷൻ ആണെന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആദ്യം ആക്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് പവർ ഓഫ് വിഷ്വലൈസേഷൻ ആണ്. ആ പവർ ഓഫ് വിഷ്വലൈസേഷൻ യൂസ് ചെയ്തതിന് ശേഷം അദ്ദേഹം ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്താ, അതിലേക്കുള്ള വെറുതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് പവർ ഓഫ് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്ത് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് ഇരുന്നൊക്കെ ഇല്ല. അവിടുന്ന് എനിക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ എത്തണമെങ്കിൽ ഞാൻ എത്തിപ്പെടേണ്ട സ്ഥലം ബോംബെ ആണ് തീരുമാനിക്കുകയും ഒരു സുഹൃത്ത് പോലും ഇല്ലായിട്ടും എല്ലാ റിസ്ക് എടുത്തിട്ട് ബോംബെയിലേക്ക് വരാൻ തയ്യാറായി എന്നുള്ളതാണ് ആദ്യത്തെ ടേണിംഗ് പോയിന്റ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ആ ആക്ഷൻ അനുസരിച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്നു. ഇനി ഒരുപാട് ആളുകളുടെ വീഡിയോസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ, വിരാട് കോഹ്ലിയുടെ മുതൽ ഒരുപാട് ആളുകൾ ഈ പവർ ഓഫ് മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയുന്ന വീഡിയോസ് ഉണ്ട്. എല്ലാം കൂടെ ഇന്ന് നമുക്ക് കാണാൻ സമയമില്ലാത്തതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വീണ്ടും 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 തിരിച്ചറിയേണ്ടത്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ സയന്റിഫിക് ആണ്. ഇതൊരു മാജിക് അല്ല. അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ തയ്യാറാവുക. എത്രമാത്രം നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്കതിന് വിഷ്വലൈസ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന, ഞാൻ അതിന് ഡിസർവ്ഡ് ആണ് എന്ന് ഫീൽ ചെയ്യുന്ന അത്രയും സമയം നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള മാനിഫെസ്റ്റേഷൻ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഗോളുകളെ മാറ്റരുത്. യൂണിവേഴ്സിനെ കൺഫ്യൂസ്ഡ് ആക്കരുത്. ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് അതിലേക്ക് വേണ്ടി ഒരു 50% എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത് നടക്കാൻ പോകുന്നില്ല, ഞാൻ അത് ചെയ്താലോ എന്ന് ചിന്തിക്കുമ്പോൾ ഏഷ്യാനെറ്റിന്റെ സൂര്യന്റെ ഇടയിൽ ഒരു ചാനല് വരും. അത് നിങ്ങൾ ഉദ്ദേശിച്ച ചാനലേ ആവില്ല. കാരണം കൺഫ്യൂസ്ഡ് ആവും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണം നിങ്ങൾ ഇപ്പൊ ഏത് ചാനലാണ് കാണാൻ പോകുന്നത്, ഇനി ഏത് ചാനലാണ് കാണേണ്ടത്. ഇപ്പൊ നിങ്ങൾ ക്രിക്കറ്റ് കാണാനിരിക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് തന്നെ കാണാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സമയം സ്പെൻഡ് ചെയ്യുക. അതിന്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇടയിൽ പോയിട്ട് മാറ്റി കളിക്കരുത്. നിങ്ങളുടെ ഫ്രീക്വൻസി റേഞ്ച് മാറി കളിച്ച് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ അട്രാക്ട് ചെയ്യാനും വേണ്ടി പോകുന്ന സാധനം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നതിന്റെ ഇടയിൽ അത് ഡൈവേർട്ട് ആയിട്ട് പോകും. ആ ആക്ഷൻ മാറി വേറെ ആക്ഷനിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അത് നിങ്ങൾക്ക് ഡൈവേർട്ട് ആയിട്ട് പോകും. കാരണം സ്പെസിഫിക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. നിങ്ങളുടെ ഗോളുകൾ എന്ന് പറയുന്നത് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ട് അതിലേക്ക് മാത്രം എഫേർട്ട് എടുത്തുകൊണ്ടേയിരിക്കുക. എഫേർട്ട് അഗെയിൻ എന്താണ്, അതിലേക്ക് എഫേർട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാനുള്ള മാർഗം. അപ്പൊ അതൊരു വളരെ സിമ്പിൾ ആയിട്ട് ആയുഷ്മാൻ ഖുറാന ഒരു ആക്ടർ, ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കും, ഓ എത്ര സിമ്പിൾ ആയിട്ടാണ് ഇവരൊരു ആക്ടർ ആയത്. അല്ല, നല്ല രീതിയിൽ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്, എവിടെ കിടന്നുറങ്ങാന്ന് പറഞ്ഞത്, ഒരു ദിവസം 2-3 മണിക്കൂറാണ് ആകെ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു സമയത്ത്. എവിടെ? റെയിൽവേ സ്റ്റേഷനിലും എന്റെ കാറിലൊക്കെയാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു ഹോട്ടൽ റൂം എടുത്ത് കിടന്നുറങ്ങാനുള്ള പൈസ ഇല്ലാത്തപ്പോഴും അതിലേക്ക് മാത്രം സൂപ്പർ ഫോക്കസ് ചെയ്തിട്ടാണ് ഇന്ന് അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹം വളർന്നിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ എത്ര മാത്രം നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഡിസർവ്ഡ് ആവണമെങ്കിൽ പീപ്പിൾ ആർ റെഡി ടു ടേക്ക് റിസ്ക് എന്നുള്ളതാണ്. ഓക്കെ, ഇന്നലെ ഞാനൊരു സെഷൻസ് എടുത്തിട്ടുണ്ട്. അവിടെയും
ഓഫ്ര വിൻഫ്രയുടെ കാര്യം പറയുന്ന സമയത്ത് ഇതേ കാര്യം തന്നെയാണ് നമ്മൾ അവർ റിമൈൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ താങ്ക് യു ഫ്രണ്ട്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. എന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്നുണ്ട്, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഐ എം ഹാപ്പി ടു ഷെയർ വിത്ത് യു. താങ്ക് യു ഓൾ. ആൻഡ് ഓവർ ടു മിഫി. സർ, താങ്ക് യു വെരി മച്ച്. വണ്ടർഫുൾ സെക്ഷൻ. നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള പറയുകയുണ്ടായി. സെൽഫ് മോട്ടിവേഷൻ ചെയ്യുക, സെൽഫ് ഇൻസ്പിറേഷൻ ഉണ്ടായിരിക്കുക, അതുപോലെ ഫാമിലി റിലേഷൻസ് ശരിയാക്കുക, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കുക, ആക്ഷൻ എടുക്കാൻ തയ്യാറാകുക, കൺസിസ്റ്റൻസി ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും. ഇടക്ക് ഗോൾ സെറ്റ് ചെയ്തിട്ട് ഇടക്ക് പിന്മാറാതിരിക്കുക, മുറുകെ പിടിച്ച് നല്ല മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുക, ഇടക്കിടക്ക് മാറ്റാതിരിക്കുക, ഫ്ലെക്സിബിലിറ്റി വരാതിരിക്കുക, ലൂസ് ആകാതിരിക്കുക, മടി ഒഴിവാക്കി കൃത്യമായി എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ സാറ് തന്നിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു യുവർ ടീം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. പണ്ട് എനിക്ക് ബി മാജിക്കിൽ എല്ലാവരെയും ഒരു പരിധി വരെ ആളുകൾ എനിക്ക് അറിയാറുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് ഒരുപാട് ആളുകൾ അറിയാത്ത ആളുകളാണ് ഇപ്പൊ ബി മാജിക്കിലുള്ളത്. ഒരുപാട് ആളുകൾ എനിക്ക് അറിയില്ല. ഈ സവിത ഒന്ന് പരിചയപ്പെടുത്താം. സവിത കേൾക്കുന്നുണ്ടോ? എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എല്ലാവർക്കും ഈ ബി മാജിക്കിലുള്ള എല്ലാ മെമ്പേഴ്സും നിങ്ങൾ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 2 ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് പരസ്പരം അറിയോ സുലേഹ മാം? തമ്മിൽ എല്ലാവരെയും അറിയില്ല, എന്നാലും ഏകദേശം അറിയാം. ഫാമിലി ആകുമ്പോൾ നമ്മൾ എല്ലാവരെയും അറിയണം എന്നില്ല. അതുകൊണ്ട് കുറച്ച് ആളുകൾ എന്ത് ചെയ്യാം, നിങ്ങളെ പരിചയപ്പെടുത്തും. സവിത മാം ഒന്ന് പരിചയപ്പെടുത്താം. ഹലോ. ഹലോ സർ, ഞാന് മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പേരാമ്പ്രയാണ് എൻ്റെ വീടുള്ളത്. കോഴിക്കോട് പേരാമ്പ്രയാണ്. ഞാൻ ഞാനിവിടെ ഒരു പ്രൈവറ്റ് ഫേമിൽ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. മലപ്പുറത്ത്. മലപ്പുറത്ത്. ഈ മാജിക്കിൽ വന്നിട്ട് എത്രയായി? ഞാനൊരു 3-4 മാസമായി. സോറി, ഞാനത് ഇങ്ങനെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കാത്തതാണ്. എങ്ങനെയുണ്ട് ബി മാജിക്കിൽ വന്നിട്ട് എനിക്ക് ചേഞ്ചസ് ഉണ്ടോ? ഉണ്ട്. ഞാൻ വെച്ചാൽ എനിക്ക് ഒരുപാട് എപ്പോഴും എന്തിനും ടെൻഷൻ ഉള്ള ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് വ്യത്യാസം തോന്നുന്നുണ്ട്. ഇന്നത്തെ സെഷനിൽ പഠിച്ച ഒരു ഒറ്റ പോയിന്റ് പറയാൻ പറ്റുമോ? ഒരു സിംഗിൾ പോയിന്റ്. ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലായ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്ന ഒറ്റ പോയിന്റ്, സിംഗിൾ പോയിന്റ്. എല്ലാ ആളുകളും ജസ്റ്റ് ഒരു ചാറ്റ് ബോക്സിൽ കമന്റ് കൂടെ ചെയ്യാം. എന്താണ് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം, നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ പോകുന്ന ഒരു ടേക്ക് അവേ പോയിന്റ് എന്താണ്? ഇന്ന് നിങ്ങൾ കൊണ്ടുപോകുന്ന എന്താണ്? നിങ്ങൾ എന്തെങ്കിലും പോയിന്റ് കിട്ടിയത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? നമ്മള് വിഷ്വലൈസേഷൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സവിത. ഇതേപോലെ കുറച്ച് ആൾക്കാരെ വിളിച്ചേ, ഇതുവരെ സംസാരിക്കാത്ത എല്ലാ ആളുകളും നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ വന്ന് സംസാരിക്കാൻ തയ്യാറ്. ഇറ്റ്സ് ഒരു ടേൺ. കാരണം നിങ്ങൾ ഇതൊക്കെ പഠിച്ച് ബി മാജിക്കിലും വന്ന് കുറെ ദിവസമായിട്ട് ഇപ്പോഴും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇതിനെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പേടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ചസ് വന്നിട്ടില്ല എന്നുള്ളതാണ്. കുറച്ച് ആളുകളൊന്ന് വിളിച്ച്, കുറച്ച് സമയം ഉണ്ടല്ലോ, നമുക്കൊരു 10 മിനിറ്റ് കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഒരു ആൾ മാത്രമാണ് ബിൻസിൻ മാം സെൽഫ് മോട്ടിവേഷൻ. റോസ്ലി മാം പഠിച്ചൊരു കാര്യം, ബി ക്ലോസ് യുവർ ഫാമിലി എന്നാണ്. ഇതാ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ എങ്ങനെയാ, ഞാൻ പേര് വിളിക്കണോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി വിളിക്കണോ വേണ്ടേ? എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. എല്ലാവരും ഈ കമ്മ്യൂണിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരാണ്. ഇതിലുള്ള എല്ലാ ആളുകളും ആണ്. ഓക്കെ, ഞാൻ അറിയാത്ത ആളുകൾ വിളിക്കാം. രഞ്ജിമ സംസാരിക്കാൻ പറ്റും? നമ്മൾ ബി മാജിക്കിന്റെ ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ വരുമ്പോൾ നിങ്ങളൊക്കെ പരിചയപ്പെടണല്ലോ. ആദ്യം എനിക്ക് പരിചയം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. അടുത്തൊരു മെയ് 11-ാം തീയതി ബി മാജിക്കിന്റെ ഒരു മീറ്റപ്പ്, സെക്കൻഡ് സാറ്റർഡേ, മെയിലെ സെക്കൻഡ് സാറ്റർഡേയിൽ നമ്മൾ ബി മാജിക്കിന്റെ ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലീഡേഴ്സ് നിങ്ങൾ അറിയിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്ര പേര് ഇപ്പൊ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൊണ്ടോട്ടി നമ്മൾ ഓഫീസ് വെച്ചിട്ടുള്ളതാണ്.
ഇനി നിങ്ങൾ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് കുറെ ദൂരമുള്ള ആളുകൾക്ക് കോഴിക്കോടൊക്കെ വരാൻ അങ്ങനെയൊക്കെ സൗകര്യമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 15 to 20 ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ഉടനെ ആരംഭിക്കും. അപ്പൊ നിങ്ങൾ ഓരോ ആളുകളായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ കൂടുതൽ മിങ്കിളാകും. അപ്പൊ നമ്മളൊരു ഫാമിലിയിലുള്ള ഒരാളെ നമുക്ക് പിന്നീട് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. നിങ്ങൾ ഓൺലൈനിലൂടെ മാത്രം കണ്ട ആളുകളെ നേരിട്ട് കാണുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും, ഒന്നും കൂടെ സ്ട്രോങ് ആവും. അപ്പൊ അതുകൊണ്ടാണ് വിളിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആളുകൾ പരിചയപ്പെടാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. പരിചയപ്പെടുത്താൻ മാത്രമുള്ള ഒരു അവസരമല്ല, നിങ്ങളുടെ ടോക്കിംഗ് സ്കില്ല് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരമാണ്. ഞാനൊക്കെ ഇങ്ങനെ ക്ലാസ് ഇപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഇതേപോലെ ഫീഡ്ബാക്ക് പറഞ്ഞ് പഠിച്ചു തന്നെയാണ്. സോ നിങ്ങൾ അവിടെ പേടിച്ചിരിക്കരുത്. നേരത്തെ ഇന്നത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞു എന്താണ്, പരാജയപ്പെടാനും വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോഴാണ് ലൈഫിൽ നമുക്ക് സക്സസ് ഉണ്ടാവുന്നത്. സോ വിളിക്കുന്ന ആളുകൾ എന്ത് ചെയ്യരുത്, അവിടെ ചില ആളുകൾക്ക് മേ ബി ഗുഡ് സിറ്റുവേഷൻസ് കാരണം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എന്ത് ചെയ്യുക, എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് അല്ല, അപ്പൊ ഞാൻ പിന്നെ അത്തരം ആളുകൾ വിളിക്കില്ലല്ലോ. സോ രഞ്ജിമ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. റിഞ്ചിമ എറണാകുളമാണ്. എന്താ ചെയ്യുന്നത്? ഞാൻ കസ്റ്റമർ കെയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇവിടെയാണ് ലുലുല്. ലുലു കസ്റ്റമർ കെയർ. അപ്പം ലുലു വന്നു കഴിയുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റുമോ? പറ്റും. നമ്മളെ ലുലു സെലിബ്രേറ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്, അവിടെയാണ്. ലുലു സെലിബ്രേറ്റ് ചെയ്യുന്ന ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ബി മാജിക് മെമ്പേഴ്സിന് ആരും പോകുമ്പോൾ രഞ്ജിമയെ എന്ത് ചെയ്യാൻ പറ്റും, മീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോ പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ആ ലുലുവിലൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട്. നമുക്ക് എന്താ പറയാ, നമുക്ക് തന്നെ പറയാം ലുലുവിലൊക്കെ ഞാൻ അറിയുന്ന ആൾക്കാരുണ്ട്, ലുലുവിലൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ട് പറയാൻ പറ്റും. നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾ ഇന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, അപ്പോഴാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, ബോണ്ടുകൾ കൂടുക. നമ്മൾ അങ്ങനെ പോകാൻ തരും. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് സുലേഹ ഹാബിമാൻ ഇപ്പോൾ ഇവിടെ ലക്ഷദ്വീപ് വന്ന് മലപ്പുറത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ഇതിലുള്ള ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യാൻ അവർ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, വളരെ പ്രീഷ്യസ് ആയിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാത്ത രീതിയിലുള്ള അവിടുത്തെ ഓരോ ആളുകളും നിങ്ങൾ അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടും. എന്താണ് എത്രയായി രഞ്ജിമ ബി മാജിക്കിൽ ജോയിൻ ചെയ്തിട്ട്? ഞാൻ ഒരു 3 days ഒക്കെ ആയിട്ട് ഞാൻ ജോയിൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. എന്ത് ഫീൽ ചെയ്യുന്നു ജോയിൻ ചെയ്തിട്ട്? വളരെ നല്ലൊരു സന്തോഷം തോന്നി. നിങ്ങളുടെ എനർജി ഒന്നും കൂടി കൂട്ടി സംസാരിച്ചു. അവിടെ റൂമിലോ ഹോസ്റ്റലിൽ അങ്ങനെ എന്തെങ്കിലും ആണോ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, വീട്ടിലാണ്. അപ്പൊ എനർജി ഒന്നും കൂടെ കൂടും. മൺഡേ അല്ലേ? എനിക്ക് കസ്റ്റമർ കെയർ. അതെ, എനിക്ക് സംസാരിക്കാൻ ഞാനിപ്പോ സാറ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. താങ്ക് യു. സോ എന്താണ് ഇന്നത്തെ ലേണിംഗ് ഒരു പോയിന്റ്? ഇന്ന് നമുക്ക് എന്താ പറയാ, നമ്മൾ തന്നെ സ്വയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, ക്ലോസ് ടു യുവർ ഫാമിലി, നമ്മളെ ഫാമിലിയുമായിട്ട് കുറച്ചും കൂടെ ക്ലോസ് ആവുക, മാനിഫെസ്റ്റേഷൻ കൂടുതൽ അത് നമ്മളെ സഹായിക്കും. താങ്ക് യു രഞ്ജിമ. ഇതേപോലെ എല്ലാ ദിവസവും എന്റെ സെഷൻസ് വന്നല്ല, ഇവിടെ എല്ലാ ദിവസവും സെഷൻസ്, അതേപോലെ തന്നെ ഡിസ്കഷൻസ്, കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാ ദിവസവും 7 ദിവസവും ഇതിൽ ക്ലാസ് എടുക്കാൻ ആളുകൾ ഇല്ലാത്തതുകൊണ്ടല്ല. 7 ദിവസം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ എന്താണ്, നിങ്ങളുടെ ചില സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോമും കൂടെയാണ് ബി മാജിക് എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കുമ്പോൾ നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് ഫിയർ എന്ന് പറയുന്നത് ഇല്ലാതെ ആവാമെന്ന് നമ്മൾ മനസ്സിലാക്കുക. സോ ഇനി ഞാൻ കുറെ കാലമായിട്ട് എനിക്ക് അറിയുന്ന ആളാണ്, പക്ഷെ കുറെ കാലമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല. സോ ശ്രീഷ്ണ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ പോയതാണ്. ശ്രീഷ്ണ. ഹായ് സർ, മാജിക് മോർണിംഗ്. സുഖമായിരിക്കുന്നു സർ. ഇടയ്ക്ക് കുറച്ച് ട്രാവലൊക്കെ ആയിപ്പോയി, അതാണ് ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ട് ഇല്ലാതിരുന്നത്. വിദേശത്തൊക്കെ പോയോ? ഹണിമൂൺ പോയോ? ഹണിമൂൺ കഴിഞ്ഞു സർ. വിദേശത്ത് പോയില്ല, ഗോവയിലായിരുന്നു പോയത്. അതിന്റെ ട്രാവൽ ഗോൾ സെറ്റ് ചെയ്തത് ഫിനിഷ് ആയെന്ന്. അങ്ങനെ സെയിം കമ്പനിയിൽ തന്നെയാണോ പ്രൊമോട്ടർ ആയതോ വേറെ കമ്പനിയിലേക്ക് മാറിയോ? ഇല്ല സർ, മാറാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഡെയിലി ഞാൻ വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ സാറ് പറഞ്ഞായിരുന്നു മിനിമം ഒരു 5 സ്റ്റെപ്പ് നമ്മൾ എടുക്കണമെന്ന്. അതിപ്പോ ഞാൻ ഡെയിലി അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഡെയിലി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 2 സ്റ്റെപ്പെങ്കിലും കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ ഉറങ്ങാൻ നിൽക്കാറുണ്ട്. അപ്പോ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ജസ്റ്റ് മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നും വ്യത്യാസം വന്നത്
ഇപ്പോ ആക്റ്റീവായിട്ട് ലിങ്ക്ഡിൻ, നൗകരി അതിനകത്തൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഒരു HR-നെങ്കിലും ഞാൻ എൻ്റെ റെസ്യൂം അയച്ചു കൊടുക്കും. ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു HR ആയിട്ടെങ്കിലും കണക്ഷൻ ആക്കി എടുത്ത് അവരോട് റെഫർ ചെയ്യുമെന്ന് ചോദിക്കും. അങ്ങനെ എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു തുടങ്ങി. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഏകദേശം എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്, അത് നോട്ട് ചെയ്യാൻ പറ്റി. അത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു വിഷമം തോന്നി. പിന്നെ അതെനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. നെക്സ്റ്റ് ഇന്റർവ്യൂ വരുമ്പോൾ കുറച്ചുകൂടി പെർഫോം ചെയ്യാലോ എന്നുള്ളൊരു രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്താണ് ഇന്നത്തെ ഒരു ടേക്ക് അവേ പോയിന്റ്? ഇതില് ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്ത കാര്യം ബി ക്ലോസ് വിത്ത് ഫാമിലി എന്നായിരുന്നു. അത് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് അതാണ് കൂടുതലായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ബാക്കിയൊക്കെ സാർ പറഞ്ഞ് എനിക്ക് കേട്ടിട്ടുണ്ട്. ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ താങ്ക് യു. ഇന്നത്തെ പോയിന്റ് ഒക്കെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും ഇറ്റ്സ് നോട്ട് മൈ ഒപ്പീനിയൻ. ഓക്കെ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ, ഇനി വലിയ ഒരു 18 മിനിറ്റുള്ള വേറെ വീഡിയോസ് ഞാൻ റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തൊരു സെഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്തൊരു സെഷൻ നമുക്ക് എടുക്കാം 18 മിനിറ്റുള്ള വീഡിയോസ്. ഇതുപോലെ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. സോ ഇതേപോലെ നിങ്ങൾ എല്ലാ ദിവസവും വരാനും നിങ്ങൾ തന്നെ സംസാരിക്കാനും, നിങ്ങൾ തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ തന്നെ ലീഡേഴ്സ് ആയിട്ട് വരേണ്ടത്. ഒന്ന് ഓരോ ആളുകൾ ലീഡേഴ്സ് ആവുന്നത് നിങ്ങൾ വരിക. നിങ്ങൾക്ക് ലീഡർ ആവാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ല എന്നൊന്നും നോക്കണം. ആ സെൽഫ് ബിലീഫ്സിലേക്ക് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ വന്ന് ലീഡർ ആയി നോക്കുക. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ലീഡർ ആയി നോക്കുക. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുന്നത് കാണാം. ഇനി ഹാൻഡ് ഓവർ ടു മുഫീദ്. ആർക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമോ? ഇന്നത്തെ വീഡിയോ ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, മുഫീദ് ഒന്ന് ഓർമ്മിക്കണം. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സർ. അതുപോലെ തന്നെ ഇതിലിപ്പോ ഇറ്റ്സ് ഓക്കെ, കുക്കറമ്മ വിസിലടിക്കും. പഠിച്ചിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ്. ദെൻ ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിൻസിനെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പിന്നെ ഞാൻ ഒരു ഡയറിയിലാണ് പിന്നെ അത് നമ്മൾ അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതുന്നത് ഒരു ഡയറിയിലാണ്. പക്ഷെ ചില സമയത്ത് അത് ഇത്തിരി വലുതായതുകൊണ്ട് എനിക്ക് പുറത്തേക്കൊക്കെ വേറെ സ്ഥലത്തൊക്കെ പോവേണ്ടി വന്നാല് കൊണ്ടുപോകാൻ പറ്റാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ചെറിയ ചെറിയ ബാഗൊക്കെ ആക്കി എടുക്കാം. അപ്പം വേറൊരു ഡയറി അതിനായിട്ട് വെക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? നമ്മൾ ഒന്നിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് എഴുതണം എന്നുണ്ടോ? ഇല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഫർമേഷൻസ് ആണെങ്കിലും വിഷ്വലൈസേഷൻസ് ആണെങ്കിലും നമ്മൾ എഴുതുന്നത് എന്തിനാ വെച്ചാൽ ഫീലിങ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം നമ്മൾ അതിന് ഫിസിക്കലി ഒരു കാര്യം കൂടി ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ട് നമ്മളിങ്ങനെ എവറി ഡേ ഇൻ എവറി വേ ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ, ഐ ഓൾവേസ് ഹാവ് മോർ ദാൻ ഇനഫ് മണി ടു സ്യൂട്ട് മൈ നീഡ്സ്, അല്ലെ, മൈ ഇൻകം ഈസ് കണ്ടിന്യൂസ്, ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ ബൈ ഹാർട്ട് ആയിട്ടുണ്ട്. ആ ഫീലിംഗിലേക്ക് ആ സമയത്ത് നമ്മൾ വരിക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. ഓക്കെ, ഈ അഫർമേഷൻസ് നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ നമുക്കൊരു കമാൻഡ് നമ്മൾ കൊടുക്കണം. ആ കമാൻഡ് കൊടുത്തിട്ട് നമ്മൾ നമ്മളെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഉഷാറാണ്, ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്ന് ഞാൻ എനർജറ്റിക് ആണെന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ ഇങ്ങനെ എനർജറ്റിക് ആവുകയാണ്. അതാണ് അഫർമേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഷ്വലൈസേഷൻസും അഫർമേഷൻസും ഏറെക്കുറെ കണക്റ്റഡ് ആണ്. നമ്മൾ അഫേം ചെയ്തിട്ട് പിന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡി ശരിക്കും നമ്മൾ ആക്ട് ആ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ ജീവിക്കണം. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ജുഹു ബീച്ചിലേക്ക് നോക്കാറില്ല എന്ന് പറയുന്ന കാര്യം എന്താ? നോക്കാറില്ല എന്നുള്ള പറയാൻ കാരണം അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഒരു ബോംബെയിന്റെ പിക്ക് ഉണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ അതിനിങ്ങനെ കറക്റ്റ് ജീവിക്കുക എന്നുള്ളതാണ് അതോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ഒന്നും കൂടെ അതിന്റെ ഒരു സ്ട്രെങ്ത് കൂടുക. നമ്മൾ ഒന്നും കൂടി ഒരു കാര്യത്തിന് എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ റിസൾട്ട് കൂടുമല്ലോ. ഈസി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും, പക്ഷെ ഞാൻ എഴുതിയിട്ട് പറയുമ്പോൾ അതൊന്നും കൂടെ എന്ത് ചെയ്യും, എന്നിലേക്ക് തരാം. അപ്പോൾ ഒരു ദിവസം എനിക്ക് ചെയ്യാൻ പറ്റും. സോ ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കേട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി, അതൊന്നും പ്രോബ്ലം ഇല്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഞാൻ ചിലപ്പോൾ മൈൻഡ് ഔട്ട് ആയി പോയാലും പെട്ടെന്ന് റീതിങ്ക് ചെയ്തിട്ട് അത് ആ ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇത് എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സ്ട്രഗിൾ ഇങ്ങനെ മൈൻഡിൽ എപ്പോഴും വരാറുണ്ട്. പേനയും പേപ്പർ എടുക്കാം, പേനയും പേപ്പർ കിട്ടുമല്ലോ, അതിൽ എഴുതിയാൽ മതി. ഇത് അങ്ങനെ റൂളൊന്നും ഇല്ല, ഇതിൽ തന്നെ എഴുതണമെന്നില്ല. അതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതിയിരിക്കുന്ന സാധനം നമ്മൾ ഡയലി എടുത്ത് വായിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ത് ചെയ്യും, ഒന്നുകൂടെ നമ്മൾ ഇതിനു മുമ്പ് എനിക്ക് ഇത്ര അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പൊ നമ്മൾ അത് വീണ്ടും പോസിറ്റീവ് ആക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇപ്രാവശ്യം മോളുടെ ഇതുണ്ടായിരുന്നു, ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ടൈമാണ്.
അപ്പം പേപ്പറും ബുക്കും ഒന്നും എടുത്തില്ല. എന്നാലും വേണ്ടിയില്ല, ഞാൻ എന്റെ ഫോണിൽ യൂണിവേഴ്സ് എന്നും പറഞ്ഞിട്ടൊരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാട്സാപ്പില് ഒരു നമ്പറില് യൂണിവേഴ്സിനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിൽ ഞാൻ ഇങ്ങനെ ചാൻറ്റ് ചെയ്തോണ്ടേയിരുന്നു, യൂണിവേഴ്സിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ടൈമിൽ തന്നെ അവള് ശരിക്കും 3 ദിവസത്തെ പ്രാക്ടീസേ കിട്ടിയിട്ടുള്ളൂ, വണ്ടി ഡ്രൈവ് കാറും 2 വീലറും. പക്ഷെ നല്ല രണ്ടെണ്ണവും നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അവള് സക്സസ് ആക്കി എടുത്തു. അപ്പൊ എനിക്കതൊരു എഴുതാൻ നേരം അവള് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ചാൻറ്റ് ചെയ്തോണ്ടേയിരുന്നു. അതിങ്ങനെ അത്രയൊരു റിസൾട്ട് എനിക്ക് അതിനകത്ത് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി, അപ്പൊ ഇങ്ങനെയും ചെയ്യാം എന്നുള്ളൊരു സമാധാനം അപ്പൊ ഉണ്ടായത്. ഒരു ഡൗട്ടാണ് ചെയ്യാൻ പറ്റുമോ, എന്നാലും റിസൾട്ട് വന്നു. അപ്പൊ അത് ഒരു സക്സസ് ആണ്. അതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും ബേസിക്. നിങ്ങൾ അത് സത്യമാണ് വിശ്വസിച്ച സത്യമാണെന്നതാണ്. ഓക്കെ. പിന്നെ നിങ്ങളെ മോളെ ഏതോ ഞാൻ കണ്ടു ഫേസ്ബുക്കിൽ, അതാണ് എനിക്കറിയില്ല, കാർത്തികേന്റെ തോന്നുന്നു, ഒരു ചണ്ട കൊട്ടുന്നതിന്റെ കൂടെ ഒരു വയലിൻ വായിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടൊരു പ്രോഗ്രാം ആയിട്ട് ഫീൽ ചെയ്തു അല്ലേ? അതെന്റെ സ്റ്റുഡന്റാ. സ്റ്റുഡന്റാണ്. ഓക്കെ. മോള് പ്രാവശ്യം ഒരു വെബ് സീരീസില് തീം സോങ് പാടി, പിന്നെ ഒരു ഫിലിമിലും പാടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ്. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അതൊരു പോസ്റ്റർ കണ്ടു. ഓക്കെ. അതെ ഉഷാറായിട്ട് പോകുന്നു. ഉഷാറായിട്ട് പോകുന്നുണ്ട്. അത് ശരിക്കും എന്റെ ഒരു ഞാൻ ഇതൊക്കെ ചെയ്യുന്നോണ്ടാണ് ഞാൻ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അവളോട് ഞാൻ പറയും, നീ മനസ്സിൽ പറയും, നിനക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ നീ എപ്പോഴും ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ ഓർമ്മിപ്പിച്ചോണ്ടേ ഇരിക്കും. അപ്പൊ അവൾ ഇങ്ങനെ മനസ്സിൽ പറയുന്നൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അവളെ ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ബിൻസി മാം. ഷാജൻ സർ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സെഷൻ സാർ പറഞ്ഞല്ലോ, നമുക്ക് വളരെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. ഞാൻ ഇതിൽ പ്രത്യേകം ശ്രദ്ധിച്ചത് നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ റിലേഷൻഷിപ്പാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതായത് നമുക്ക് എന്താ പറയാ, നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കുറെ ഗോളുകളൊക്കെ വെക്കുമ്പോൾ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ, ഇന്നലെ ജസ്റ്റ് മക്കള് യൂട്യൂബില് പ്രോഗ്രാം കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇപ്പൊ അടിച്ചു പൊളിച്ച് നടക്കായിരിക്കില്ലേ ബന്ധു വീട്ടുകളിലൊക്കെ പോയിട്ട് അത്രയും. അപ്പൊ മോനോട് വിളിച്ച് പറയാണ്, നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല, ജസ്റ്റ് തൃശ്ശൂർ പൂരത്തിന് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് സംഭവിക്കാവുന്ന ഒരു സംഭവമാണല്ലോ സാറിനോട് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇതില് നമുക്ക് നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ടുള്ള സമയം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് കുറച്ചൊക്കെ നമുക്ക് അറിയാമെങ്കിലും നമുക്ക് അതിനൊരു ക്ലാരിറ്റി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എല്ലാവർക്കും അത് ഗുണം ചെയ്യും തോന്നുന്നുണ്ട്. കാരണം നമ്മളൊരു കറക്റ്റ് ആയിട്ട് ഒരു ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പൊ അതിനൊരു ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ, നിങ്ങൾ മോർണിംഗ് ആൻഡ് നൈറ്റ് 2 സമയത്ത് നിങ്ങൾ ഫാമിലി ടൈം നോക്കുക. ഏറ്റവും സിമ്പിൾ സംഭവം പറയുകയാണെങ്കിൽ, അധികം ആളുകളുടെ വീട്ടിൽ മോർണിംഗിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വീട്ടിൽ എല്ലാവരും ഉണ്ടാവും അല്ലേ? ഒരു ടേബിളിന്റെ ചുറ്റും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ആ സമയത്ത് മൊബൈൽ ഫോൺ മാറ്റി വെക്കുക. ആ സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ തന്നെ നമ്മുടെ ഫാമിലിയുടെ റിലേഷൻസ് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഡിന്നർ ടൈമും അതേപോലെ തന്നെ ഡിജിറ്റൽ ഫ്രീ അവർ എന്ന് പറയുന്ന ഒരു സമയം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക വീട്ടിൽ. ഓക്കെ, ഒരു 30 മിനിറ്റ്സോ 20 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഡിജിറ്റൽ ഫ്രീ അവർ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ സമയം ഫിക്സ് ചെയ്യുക. ഞാൻ ആദ്യം എൻ്റെ തറവാട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. 8 മണിയാകുമ്പോൾ ഞാൻ എല്ലാവരുടെ വീട്ടിലേക്ക് എത്താൻ പറയും. ഓക്കെ, 8 മണിക്ക് അവിടെ ഫുഡ് ടൈം ആണ്. അപ്പൊ ഞാനും ഉമ്മയും ഉപ്പയും അനിയനും എല്ലാവരും ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഒരു 8:30 വരെയുള്ള സമയത്ത് ഫുഡ് കഴിക്കല്, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കല്, അപ്പൊ റിലേഷൻഷിപ്പ് കൂടും. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിൽ മൊബൈൽ ഫോൺ, ടെലിവിഷൻസ്, വേറെ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ മാത്രം ഒരു 1/2 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കൂടും. അപ്പൊ ഒരു ടൈം ബ്ലോക്ക് നിങ്ങൾ ചെയ്യുക. നമ്മളെ വീട്ടിൽ 9 to 9:30 ഇതാണ്, അല്ലെങ്കിൽ 8:30 to 9 o'clock ഇതാണ്, 8 to 8:30 ഇതാണ്. നിങ്ങൾ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്ത് ടൈം ഫിക്സ് ചെയ്യുക. അത് റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. ക്ലിയർ ആണോ ഷാജൻ സാർ? അതെ, അത് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു 7 മണി to 7:30 വരെയാണ് ഞങ്ങളുടെ ഡിന്നർ ടൈം ശരിക്കും. അപ്പൊ ഒരുവിധമൊക്കെ അത് പാലിക്കുന്നുണ്ട്. പുറത്തേക്ക് കൊണ്ടുപോകാനോ കാര്യങ്ങളൊക്കെ ആക്കിയാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. ബാക്കി ഒരുവിധമൊക്കെ ഞങ്ങള് ഇതേപോലെ തന്നെ ചെയ്യുന്നു. നമ്മൾ എപ്പോഴും ഡെലിബറേറ്റ്ലി ചെയ്യുക. ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഊട്ടി, കൊടൈക്കനാൽ, വയനാട് ഒന്നും പോകണമെന്നില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഔട്ടിങ്ങിന് വേണ്ടി പോയി ഒരു കൂൾ ബാറിൽ പോയിട്ട് വെള്ളം കുടിച്ച് വന്നു കഴിഞ്ഞാൽ ഇതേ ഫീലിലേക്ക് വരെത്തും. ഓക്കെ, ആ അറ്റ്മോസ്ഫിയർ മാറ്റി കൊടുത്താൽ മതി. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും പുറത്ത് പോകുന്നുണ്ട്, ഇവര് പുറത്ത് പോകുന്നില്ല. അവരൊന്ന് കൊണ്ടിട്ട് അടുത്തൊരു ടൗണിലോ
അടുത്തൊരു പാടത്തോ അടുത്തൊരു കുളത്തിലേക്ക് കുളിക്കാനോ എവിടേക്കെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയാൽ മതി. ആ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ റിലേഷൻഷിപ്പ് കൂടും. അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാന്നില്ല, റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ പോലും ആ ഫീലിങ്സ് കിട്ടുന്നതാണ്. ഓക്കെ, സമയം കിട്ടാത്തതല്ല, വി ഡോണ്ട് ഹാവ് പ്രയോറിറ്റി ഫോർ ദാറ്റ്. ഓക്കെ, നമ്മൾ പ്രയോറിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. നമ്മളുടെ ആക്ച്വൽ പ്രോബ്ലംസ് ടൈം ഇല്ലാത്തതല്ല, വി ഡോണ്ട് ഹാവ് പ്രയോറിറ്റി ഫോർ ദാറ്റ്. നമുക്ക് പ്രയോറിറ്റി ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. നമ്മുടെ ബിസിനസ്സിന് നമുക്ക് പ്രയോറിറ്റി ഉണ്ട്, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പ്രയോറിറ്റി ഉണ്ട്, ഫാമിലിയുടെ കാര്യങ്ങൾ നമുക്ക് പ്രയോറിറ്റി കുറവാണ്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക, ഇന്ന് തന്നെ എഴുതി വെക്കുക, അടുത്ത ആഴ്ചയിൽ ഒരു ട്രിപ്പ് പോകും, ഓരോ ആഴ്ചയിലും ഒരു ട്രിപ്പ്. ആ ട്രിപ്പ് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് പൈസ ചെലവാക്കണം. 100 രൂപക്ക് നിങ്ങൾക്ക് പോയി പോരാൻ പറ്റുന്ന ഇഷ്ടം പോലെ ട്രിപ്പ്, ഒരു പൈസ ഇല്ലാതെ പോയി പോരാൻ പറ്റുന്ന ട്രിപ്സുകളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ട്രിപ്പുകൾ പോയി കഴിഞ്ഞാലും ഇറ്റ്സ് ഓക്കെ. അങ്ങനത്തെ ട്രിപ്പുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവര് ഇപ്പോഴത്തെ മക്കളല്ലേ, അവരൊക്കെ വലിയ രീതിയിൽ എക്സ്പെക്ട് ചെയ്യണത്. ഇതിന് വലുതാണ് അവര്. ട്വൈസിന്റെ മന്തോ പ്രൈസിന്റെ മന്തൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. ട്വൈസിന്റെ പ്രൈസിന്റെ മന്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന മക്കളായിട്ട് അവരെ വളർത്താന്നുള്ളതാണ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ സാഹചര്യം. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഗോൾ സെറ്റിങ്സ് പറഞ്ഞല്ലോ, എല്ലാവരും ഗോൾ സെറ്റ് ചെയ്ത് വെച്ചവരാണ്. പക്ഷെ എല്ലാ ഗോൾസും നമ്മൾ ഡെയിലി വിഷ്വൽ ചെയ്യണം, അതോ ഒരു ഗോളിലേക്കാണോ? അങ്ങനെ എന്തെങ്കിലും? ഇങ്ങനെയല്ല, ഇതിന്റെ സംഭവങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് എമർജൻസി ആയിട്ടൊരു കാര്യം നമുക്കൊരു കഥ പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഒരു കഥ പോലെ കാണാൻ പറ്റും. നിങ്ങളെ ഗോളുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ സുലേഹാബി മാം നാളെ ഇപ്പം എന്താണ്, ഇപ്പൊ എവിടെയാണ് നമുക്ക് ഫസ്റ്റ് ഗ്രോത്ത് വേണ്ടത്? ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രോത്ത് വേണ്ട ഫിനാൻസിലായിരിക്കും. ആ ഫിനാൻസിലേക്ക് ഗ്രോത്ത് വരണമെങ്കിൽ നമ്മളുടെ ചെയ്യുന്ന കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോഴാണ് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകും. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ്, എൻ്റെ ഒരു ട്രെയിനർ ഇങ്ങനെ വലുതാവുന്നത്. അപ്പൊ എന്റെ ട്രെയിനർ വലുതാകുമ്പോൾ എൻ്റെ ഇൻകം വരുന്നത്, ആ ഇൻകം വരുമ്പോൾ എൻ്റെ ഓരോരോ ആവശ്യങ്ങൾ നിറവേറുന്നത്, ട്രിപ്പുകൾ പോകുന്നത്, വീട് മേടിക്കുന്നത്, കാർ മേടിക്കുന്നത്, അങ്ങനെ നിങ്ങൾക്ക് ഒരു സ്റ്റോറി പോലെ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പർട്ടിക്കുലർ ഒരു വേണ്ട ഗോളുകളാണെങ്കിൽ, ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട ഗോളുകളാണെങ്കിൽ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നു. അത് ഡിപ്പെൻഡ്സ് ആണ്, ഓരോ വ്യക്തികൾക്കും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യും. ക്ലിയർ ആണ്? കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും നമുക്കൊരു സ്റ്റോറി പോലെ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ അത്തരം പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ്, ഒരു സ്റ്റോറി പോലെ. കാരണം ഇതിലേക്കൊക്കെ എത്തണമെങ്കിൽ നമുക്ക് ഒറ്റ ഗോൾ എത്തിയാൽ മതിയാവും. നിങ്ങളുടെ 90% ഗോളുകളും ഒരു ഗോളിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അത് ബേസിക്കലി ഫിനാൻസ് ആയിരിക്കും. ആ ഫിനാൻസ് വരാനുള്ള മാർഗങ്ങൾ എന്താണോ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആക്ഷൻ എടുക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ അതിന് പകരം തിരിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. ആസ് എ ട്രെയിനർ, ആസ് എ പിന്നെ ഓണ്ടർപ്രണർ, അല്ലെങ്കിൽ ആസ് എ നിങ്ങളുടെ കരിയറിൽ അതിൽ നിങ്ങൾ എക്സെൽ ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് വരും. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാറേ. ഞാൻ ക്ലാസ് കേട്ടിരുന്നു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഇതുപോലെ മാനിഫെസ്റ്റേഷനൊക്കെ വേണ്ടി ശ്രമിക്കാറുണ്ട്, പരാജയപ്പെടാറേ ഉള്ളൂ. എൻ്റെ അകത്ത് ഒരു നല്ലൊരു പോയിന്റാണ് ഫാമിലി ആയിട്ട് കൂടുതൽ സമയം മിങ്കിൾ ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ എനിക്കൊരു പോയിന്റ് ആയിട്ട് സാർ ആ ചാനലിന്റെ കേസ് പറഞ്ഞു. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനൽ മാറിപ്പോകുന്ന ഒരു വലിയ പ്രശ്നമാണ്. നമ്മളൊരു ഗോള് നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്തു, അതിൽ നിന്ന് ചാനൽ മാറി 2 ചാനൽ മാറി കഴിഞ്ഞാൽ നമ്മൾ ആ അടുത്ത ചാനൽ എൻഗേജഡ് ആയി പോകും. എല്ലാവരും പരസ്യം വരുമ്പോൾ വേറൊരു ചാനൽ വയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ ഏതാണോ നേരത്തെ കണ്ടിട്ടിരുന്ന ആ ചാനലല്ല മറ്റേ ചാനലായിരിക്കും ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിപ്പോയി, എന്നുപോലെ മാറി ചേഞ്ച് ആയി പോകും. അതൊരു നല്ല പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ എനിക്കൊരു സംശയം ചോദിക്കാനുള്ള സാറേ. എന്റെ മോൻ ഇത്തവണ 10ാം ക്ലാസ്സിലേക്ക് ആകുകയാണ്. അദ്ദേഹത്തിന് ഒരു നല്ല ഒരു പഠിത്തത്തിൽ ഒരു നല്ല വിജയം ആണെങ്കിൽ എന്താണ് സാറ് നമുക്ക് അവനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? അവനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണെന്ന് വെച്ചാല്, അവന് ഭാവിയിൽ ആരായി തീരണം, ആ കാര്യങ്ങളിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോഴല്ല, ഇപ്പൊ 2024 ആണെങ്കിൽ 2034 നിങ്ങളുടെ മോൻ ആരായിരിക്കണം, 10 വർഷം കഴിഞ്ഞിട്ടുള്ള. കാരണം അതിലേക്ക് എത്താനും വേണ്ടിയിട്ടാണ് അവൻ ഈ 10ാം ക്ലാസ് പാസ്സാവുന്നത്, +2 പാസ്സാവുന്നത്, ഡിഗ്രി പാസ്സാവുന്നത് ഒക്കെ ഇവരുടെ കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് ഏത് കരിയർ ആണ് എന്നുള്ളത് വ്യക്തമായിട്ടൊരു ഗോൾ സെറ്റ് ആക്കി കൊടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ മോൻ എന്തെങ്കിലും ഒരു താല്പര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അവന് നേരത്തെ ഇതുപോലൊരു വിഷൻ ബോർഡ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചൊരു പൈലറ്റ് എന്നൊക്കെ എഴുതി വെച്ചിരുന്നത്. അപ്പൊ ഞാൻ ഇന്നാളെ അവനോട് ചോദിച്ചു, എനിക്ക് ഇത് തന്നെയാണോന്ന് ചോദിച്ചു. അവനെ പുള്ളി അത്യാവശ്യം വരയ്ക്കുകയൊക്കെ ചെയ്യും, വരയ്ക്കാനൊക്കെ അത്യാവശ്യം കഴിവാണ്. എനിക്ക് ബിൽഡിങ്ങിന്റെ പടമൊക്കെ വരുന്നു, എന്ത് സിവിൽ ബിൽഡിങ്ങിന്റെ പടമൊക്കെ വരച്ച് ഡിസൈൻ ചെയ്യുന്ന. അപ്പൊ ഞാൻ ചോദിച്ചു സിവിൽ എഞ്ചിനീയർ, എനിക്ക് അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പുള്ളി അവരുടെ കരിയർ ചൂസ് ചെയ്യാൻ നിങ്ങളുടെ എക്സ്പേർട്ടിനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അവർക്ക് ആർക്കിടെക്ട് ആണ് ആവേണ്ടത്, ഡിസൈനർ ആണ് ആവേണ്ടത്. അപ്പൊ ഡിസൈനിങ്ങിന് തന്നെ ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ അടുത്തൊരു വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് അത്തരം നല്ല സ്ഥാപനങ്ങൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ,
ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അത്തരം ആളുകളെ കണക്ട് ചെയ്ത് കൊടുക്കുക. അവന്റെ കരിയറിലേക്ക് അവന് താല്പര്യമുള്ള ആളുകൾ, ആ ഏരിയയിൽ എക്സൽ ചെയ്യുന്ന ആളുകളെ കണക്ട് ചെയ്ത് കൊടുക്കുക. സ്വാഭാവികമായിട്ടും അവൻ ബാക്കി കാര്യങ്ങൾ പഠിക്കാനും അതിലേക്ക് എത്താനും ഓട്ടോമാറ്റിക്കായിട്ട് അവൻ റെഡിയാവും. ക്ലിയർ ആണോ സമീർ സാർ? ഫസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാവാനുള്ള കാര്യങ്ങളല്ല അവന്റെ ഹെഡിലേക്ക് കൊടുക്കേണ്ടത്. അവന്റെ 10 വർഷം കഴിഞ്ഞിട്ട് ലൈഫിൽ അവനോട് ചോദിക്കുക, നിനക്ക് അത് വേണ്ടേ, കാറ് വേണ്ടേ, ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യണ്ടേ, എവിടെയാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടത്, ഇന്ത്യയിലാണോ, ഇന്ത്യയുടെ പുറത്ത്, ആ ഡ്രീംസിനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഡ്രീംസിലേക്ക് എത്താനുള്ള സ്റ്റെപ്പുകൾ മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, അവന്റെ സ്വപ്നത്തിലേക്ക് എത്താനുള്ള, അവന്റെ ഗോളിലേക്ക് എത്താനുള്ള സ്റ്റെപ്സുകൾ മാത്രമാണ് 10ഉം +1ഉം +2 ഒക്കെ പറഞ്ഞത്. അപ്പൊ അവിടെ ഏതിലാണ് അവൻ പഠിക്കേണ്ടത്? ഏറ്റവും നല്ല ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം, IIT പഠിക്കണം, അല്ലെങ്കിൽ NIT പഠിക്കണം, IIM പഠിക്കണം. അപ്പൊ അതിനെന്താ വേണ്ടത്? നമ്മൾ അവന് ഗൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർഡ് ആണ്, അതിലേക്ക് എത്താൻ റെഡിയാവും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? എനിക്ക് ഇലക്ട്രിക്കൽ വർക്കാണ് സാറേ. എന്റെ പേര് സനോജ് എന്നാണ്. ഞാൻ കോട്ടയത്താണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അത് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ പൈലറ്റ് ആണെങ്കിൽ പൈലറ്റ് ആവാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. NDA പോലുള്ള എക്സാമിനേഷൻസിന് പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പൊ തുടങ്ങേണ്ടി വരും. ഓക്കെ, ഇപ്പൊ 10ാം ക്ലാസ്സിലാകുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ NDAക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവന്റെ ഗോളുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അവൻ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ട് ഗോൾ ഉണ്ടാവും. ആ ഗോളിലേക്ക് എത്താനുള്ള സ്റ്റെപ്പുകൾ അവനെ കാണിച്ചു കൊടുത്താൽ മതി. അവർ ഓട്ടോമാറ്റിക്കായിട്ട് റെഡി ആവും. ശരി, ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. സോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് സംശയം ചോദിച്ച ആളുകൾക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകളോ കാര്യങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിക്കുക. എല്ലാവരോടും നമ്മുടെ പ്രോഗ്രാംസ് ഒരിക്കൽ കൂടെ നമ്മൾ റിമൈൻഡ് ചെയ്യാണ്. മെയ് 11 ഒരുമിച്ച് കൂടാനുള്ള അവസരമാണ്. മാക്സിമം എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ അതിന് പ്രയോറിറ്റി കൊടുക്കുക. ഇറ്റ്സ് ഓൾസോ എ ഫാമിലി ഗാദറിംഗ്. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രയോറിറ്റി കൊടുക്കുക. മെയ് 9th നോർമലി നമുക്കൊരു ഹോളിഡേ ആണ്, അല്ലെങ്കിൽ നമുക്കൊരു ലീവുള്ള ദിവസമായിരിക്കും. സെക്കൻഡ് സാറ്റർഡേ ആണ്. ഇപ്പൊ തന്നെ നിങ്ങളുടെ ടൈം അന്നേക്കും വേണ്ടി ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. വൈൻഡപ്പ് ചെയ്തേ. ഇതാ സാർ, ഗ്രൂപ്പില് പറഞ്ഞിരിക്കുന്നു, പക്ഷെ പേരുകൾ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് അതൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. എത്ര പേരുണ്ട് അതിനനുസരിച്ച്? അത് നിങ്ങളെല്ലാവരും പിന്നെ ലീഡേഴ്സ് എല്ലാ ആളുകളെയും വിളിച്ച് സംസാരിച്ചാൽ മതി. ഓക്കെ, പഴയ ഗ്രൂപ്പിലൊക്കെ നമുക്ക് ഇടാം. പിന്നെ നമുക്ക് അതിന് ചെറിയൊരു കമ്മിറ്റി മേക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അതിന്റെ പേര് ഇതായിട്ട് ഓക്കെ. Thank you. Thank you, sir.